ജിഷിൻ വരദ വിഷയം ബിഗ് ബോസിലെത്തിയപ്പോൾ വലിയ ചർച്ചയായി എന്ന് തന്നെ പറയാം. ജിഷിനും വരദയും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോഴവർ അത് കൃത്യമായിട്ട് പറയുന്നുമില്ല. വിവാഹബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ പലപ്പോഴും ഒഴിഞ്ഞു മാറാറാണ് പതിവ്. ജിഷിൻ വരദയെ ഉപദ്രവിക്കാറുണ്ടെന്നും ഒട്ടും സഹിക്കാതെ ആയപ്പോഴാണ് ജിഷിനെ വിട്ട് വരദ ഇറങ്ങിയതെന്ന് വാർത്തയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് അറിയാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്ന് പറയാം. പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മോൾ ജനിച്ച് 4-5 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും പേഴ്സണൽ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് ഒരു റൂമിലായിരുന്നു താമസം. അതിനിടയിൽ ഞാൻ അമ്മയെ കണ്ടുമുട്ടുകയും ചെയ്തിരുന്നു എന്ന് ജിഷിൻ പറയുന്നു. ഡിവോഴ്സ് കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് അത് സംഭവിച്ചത്. എനിക്ക് അവൾ മോട്ടിവേറ്ററായി മാറുകയായിരുന്നു. അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതോടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു. വീണ് കിടന്ന കുഴിയിൽ നിന്ന് തിരിച്ചു കയറാൻ അമ്മയെയും സഹായിച്ചിട്ടുണ്ട്. ഞാനത്ര നല്ല മനുഷ്യനൊന്നും ആയിരുന്നില്ല എന്നാണ് ജിഷിൻ ഇതിന് മറുപടിയായി നൽകുന്നത്. എന്നാൽ വരദയെ ഉപദ്രവിച്ചിരുന്നു എന്നോ എല്ലാവരും പറയുന്നത് കള്ളമാണെന്നോ ഒന്നും ജിഷിൻ പറഞ്ഞിരുന്നില്ല. എന്നാൽ ബിഗ് ബോസ് ജിഷിൻ ഏറ്റവും കൂടുതൽ പറയുന്നത് അമ്മയെക്കുറിച്ചാണ്. എൻ്റെ പഴയ ഭാര്യയാണ്, പഴയ ജീവിതമാണ്, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവർ പുതിയൊരു ജീവിതം ജീവിക്കും. അങ്ങനെയുള്ള നിലപാടിലാണോ ജിഷിൻ കഴിയുന്നതെന്നറിയില്ല. വീണ് കിടക്കുന്നവർ മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാക്കുകയുള്ളൂ എന്ന് ജിഷിൻ പറയുന്നുമുണ്ടായിരുന്നു. എൻ്റെ ചേട്ടനും അതിനിടയിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മുൻ ഭാര്യയുമായി പ്രശ്നത്തിനായപ്പോൾ ഒരുപാട് പേർ മോശം രീതിയിൽ പറഞ്ഞു തരാനുണ്ടായിരുന്നു. എന്നാൽ താൻ ഒറ്റപ്പെട്ടപ്പോൾ ആരും തന്നെ കൂട്ടുണ്ടായിരുന്നില്ല എന്നാണ് ജിഷിൻ പറയുന്നത്. ജീവിതത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ജിഷിൻ പറയുന്നുണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ജിഷിൻ തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ജിഷിൻ്റെ വാർത്തകൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ താല്പര്യമാണ്.